മഹാത്മാഗാന്ധി ട്രോഫിക്ക് വേണ്ടിയുള്ള ഉത്തര മലബാർ ജലോത്സവം കേരളപ്പിറവി ദിനമായ നവംബർ 1 തേജസ്വിനി പുഴയിൽ കോട്ടപ്പുറം അച്ചാന്തുരുത്തി പാലത്തിന് സമീപം നടക്കും. ഇതിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം എം രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, നീലേശ്വരം നഗരസഭ, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ചരിത്രമുറങ്ങുന്ന തേജസ്വിനി പുഴയിൽ ജലോത്സവം സംഘടിപ്പിക്കുന്നത്. ഉത്തര മലബാർ ജലോത്സവത്തിന്റെ വിജയത്തിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം അച്ചാന്തുരുത്തി പാലത്തിന് സമീപം നടന്നു. എം രാജഗോപാൽ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ഇത്രയും അധ്വാനം കൊടുത്ത് വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ച് അവസാനം കാലഘട്ടം തുടങ്ങുമ്പോൾ അത് അവസാനമാണ് ഇതിന്റെ വല്ലാത്ത രീതിയിലേക്ക് പോകുന്നത്. അതൊക്കെ വളരെ 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 സങ്കുചിതവും സ്വാർത്ഥവുമായിട്ടുള്ള രീതിയിലേക്ക് അങ്ങനെ പ്രാദേശികവും ക്ലബ് പക്ഷപാതത്വവും ആ രീതിയിലേക്ക് നൽകാൻ ഇതൊക്കെ പല രീതിയിലും കഴിഞ്ഞ 1 ദിവസപ്പെടുത്തി ഇത്തവണയും അതൊക്കെ വളരെ ഒഫീഷ്യലായി കൃത്യമായി അതിന്റെ സുതാര്യത നിലനിർത്തിക്കൊണ്ട് വളരെ അച്ചടക്കത്തോടെ നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും. അതിന് എല്ലാവരും നല്ല സഹായ സഹകരണം വേണം. എന്തൊക്കെ വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസമല്ല അഭിപ്രായങ്ങൾ ആർക്കുണ്ടെങ്കിലും നമുക്ക് ഏത് സമയത്തും നമുക്കത് പറഞ്ഞ് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടാവുന്നേ ഉള്ളൂ. അപ്പൊ അതിനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും വിഷയം പ്രവർത്തന രംഗത്തോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായാൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ആരോഗ്യകരമായ രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആർക്കൊക്കെയാണ് ഇത് പരിഗണിക്കപ്പെടേണ്ടത്. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TB ശാന്ത അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് സബ് കളക്ടർ പ്രദീപ് ജെയിൻ IAS, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV രാഘവൻ, നീലേശ്വരം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ അരിഞ്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി ലിജോ ജോസഫ് പാനൽ അവതരിപ്പിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. എം രാജഗോപാൽ MLA ചെയർമാനായും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി ലിജോ ജോസഫ് സെക്രട്ടറിയുമായുമുള്ള സംഘാടക സമിതിക്കാണ് രൂപം നൽകിയത്. യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ബോട്ട് ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.